സുഗമോ ദേവി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിക ആകെ വിഷമത്തിലാണ് കേട്ടോ. കാരണം താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് നന്ദനാണ്. ആ നന്ദനില്ല. പക്ഷേ ഇപ്പോൾ കൂടെയുള്ളത് ഗിരീഷ് മാഷാണ്. എന്ത് ചെയ്യണമെന്നാതെ അറിയാതെ അച്ഛന് എന്ത് പറ്റിയതാണെന്നും അറിയാതെ ആകെ പകച്ചു പോയി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഡോക്ടർമാർ വന്നിട്ട് പറയും, നിങ്ങളെന്താ പറഞ്ഞത്, ഒരു അടിപിടി കേസാണെന്നാണല്ലോ. അല്ല, ശരിക്കും ഇതൊരു മാരകമായ ആയുധം കൊണ്ട് തലയ്ക്ക് അടിച്ചതാണ് എന്ന് പറയുകയാണ് കേട്ടോ. ഏതായാലും ശരി, എനിക്കിത് പോലീസ് കേസാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറയുകയാണ് കേട്ടോ. ആ സമയം ദേവിക MLA ആണ്. ദേവികയുടെ സ്വന്തം റിസ്കിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേസമയം കെവിനെ നന്ദൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേവികയും വീട്ടുകാരും എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും, ഞാൻ മനഃപൂർവ്വമാണ് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് അവർ കരുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കരയുകയാണ് കേട്ടോ. അതേസമയം കെവിന് എവിടെയോ ഒരു മനസ്സിലൊരു ചെറിയ ഇഷ്ടം നന്ദനോട് ഉണ്ട് താനും. അതേസമയം ഇസബെല്ലയും കെവിനും ആ കൂട്ടുകാരനായ ഋഷിയായിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലാണ്. ഇസബെല്ല പറയുന്നുണ്ട്, ഏതായാലും ശരി, അവളേതായാലും നന്ദനാണ് അവളുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ഭാഗമില്ല, നന്ദന ഒഴിവായി. അങ്ങനെ നന്ദനെ എനിക്ക് കിട്ടും, അവൾക്ക് അവളുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇസബെല്ല ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കെവിന് ദേവിയെ വിളിക്കുകയാണ് കേട്ടോ. ദേവിയോട് വിളിച്ചിട്ട് പറയും, ഫോൺ കട്ട് ചെയ്യരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതേസമയം നന്ദുവിനൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുകയാണ്. നന്ദുവിനൊരു അബദ്ധം പറ്റിയതാണ് എന്ന് കേൾക്കുമ്പോൾ അത് ക്ലിയറായിട്ട് പറയണമില്ല. ആകെ മൊത്തം ദേവിക ആകെ വിഷമത്തിലാണ് കേട്ടോ. ദേവിക വിഷമത്തിലാണ്. ഇവരുടെ എല്ലാം പ്ലാനും അതേപോലെ തന്നെ ഇനി മാധവൻ ബോധം തെളിഞ്ഞിട്ട് വേണം കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഋഷിയെ അടിച്ചത് അത് തെറ്റി മാധവൻ്റെ തലയിലായതാണ് എന്നും എല്ലാ സത്യങ്ങളും മാധവൻ തന്നെ പറയുമ്പോൾ തന്നെ ദേവിക നന്ദുവിനെ സംശയിക്കാതിരിക്കുകയുള്ളൂ. അതുവരെയും ദേവിക നന്ദുവിനെ തന്നെയാണ് സംശയിക്കുക. ഇസബെല്ലയ്ക്ക് ഒരിക്കലും നന്ദുവിനെ കിട്ടാനും പോകുന്നില്ല. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?